ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അമ്മ സംഘടന തന്നെയാണ്. അമ്മ സംഘടന എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കരമായിട്ട് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കുഞ്ഞു ചാനലാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഇപ്പോൾ അമ്മ സംഘടന ഞാൻ പല ചാനലുകളിലും പറയുന്നത് കേട്ടു, അമ്മ സംഘടന അടച്ചു പൂട്ടണം എന്ന് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 500ഓളം മെമ്പേഴ്സുള്ള ഒരു സംഘടനയാണ് അമ്മ സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ട്. ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സാമ്പത്തിക സഹായം മാസത്തിൽ ഈ അമ്മ സംഘടന കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് രോഗികളുണ്ട്, അവർക്ക് മാസം മരുന്നുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ കുറേ പ്രവർത്തനങ്ങൾ, നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് അമ്മ സംഘടന എന്ന് പറയുന്നത്. അതപ്പോൾ പെട്ടെന്ന് നിർത്തിപ്പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ സംഘടനകളിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അമ്മ സംഘടന എന്ന് പറയുന്നത് സിനിമ സംഘടന ആയതുകൊണ്ടാണ് ഇത്രയും പബ്ലിക് ഏറ്റെടുക്കുന്നത് അല്ലേ. എല്ലാ സംഘടനകളിലും പ്രശ്നമുണ്ട്, ഏത് സംഘടനയിലാണ് പ്രശ്നമില്ലാത്തത്. പക്ഷേ അതൊന്നും അറിയപ്പെടാത്തത് കൊണ്ടാണ് അത്ര മീഡിയം അതിന് അത്ര ഇത് കൊടുക്കുന്നില്ല. പക്ഷേ അമ്മ സംഘടന നമുക്കറിയുന്നവരാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടുതലാണ് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ ചർച്ചയാകുന്നത്. എല്ലാ സംഘടനകളിലും ഇതുപോലെ ആൾക്കാരുണ്ടാവും അല്ലേ, കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇതിലും അതുപോലെ 5-10 പേര് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് എന്ന് വിചാരിച്ച് സംഘടന മൊത്തം ഉള്ളവർ അങ്ങനെയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഈ സംഘടന ഒന്ന് അഴിച്ചു പണിയണം, അത് കാര്യമാണ്. ഈ അഴിച്ചു പണിയുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ അല്ലേ തുരുമ്പ് പിടിച്ച സാധനങ്ങളൊക്കെ ദൂരത്ത് വലിച്ചെറിയുക. അതുപോലെ കുറച്ച് ആൾക്കാരെ പുറത്താക്കണമെങ്കിൽ അത് ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുക. പിന്നെ പറഞ്ഞാൽ മനസ്സിലാക്കി കൊണ്ടുവരാൻ പറ്റുന്നവരാണെങ്കിൽ തിരിച്ച് കൊണ്ടുവരിക. ഇനി എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു സംഭവം നടന്നു, സംഘടനക്കുള്ളിലുള്ള പ്രശ്നം സംഘടനക്കുള്ളിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുക. സംഘടനക്കുള്ളിൽ തീർക്കാൻ അൻസിബ എന്നുള്ള ഒരു വ്യക്തിക്ക് സംഘടനക്കുള്ളിൽ പറഞ്ഞിട്ടും അത് തീർക്കാൻ ആ ഭാരവാഹികൾക്ക് കഴിയാത്തത് കൊണ്ടാണ് അൻസിബ മീഡിയയ്ക്ക് മുന്നിൽ പറയേണ്ടി വന്നത്. പക്ഷേ ഇനി ശ്രദ്ധിക്കുമായിരിക്കും എന്ന്. ഇനി പുതിയ പ്രസിഡൻറ്റ് വന്നു കഴിഞ്ഞാലും അല്ലേ, ആരായിക്കഴിഞ്ഞാലും അവർക്ക് മുന്നിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ളത് പരിഹരിച്ചേ മതിയാവും, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ഈ സംഘടനയിൽ ഇപ്പോൾ വന്ന പ്രശ്നം എന്ന് പറയുന്നത് സംഘടനയ്ക്കുള്ളിൽ തീർക്കേണ്ട വിഷയങ്ങളായിരുന്നു. പക്ഷേ സംഘടനയ്ക്കുള്ളിൽ തീർക്കാൻ ഭാരവാഹികൾക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് കഴിഞ്ഞില്ല. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് കഴിഞ്ഞില്ല. ഒരാൾ ഒരു പ്രശ്നം പറയുമ്പോൾ അത് പരിഹരിക്കാനുള്ള കഴിവുള്ള മെമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പ്രസിഡൻ്റൊക്കെ ആയിരിക്കണം തലപ്പത്തിരിക്കേണ്ടത്. അതിലവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് അൻസിബ എന്നുള്ള വ്യക്തിക്ക് മീഡിയയ്ക്ക് മുന്നിൽ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക, ഇനി എല്ലാവരും ശ്രദ്ധിക്കും, പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നു. പ്രസിഡൻറ്റ് അത് അവരുടെ എന്താണോ അവരുടെ കാര്യങ്ങൾ അവരത് കൃത്യമായിട്ട് ചെയ്യുക. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കും. ഒരു പാഠമാണിത്, ഈ സംഘടനയ്ക്കുള്ളിൽ ഒരു പാഠമാണിത്. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ വെച്ച് തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ ടിനി ടോമിനെതിരെയുള്ള ഇതുപോലെ അസഭ്യം പറയൽ, ഇനി ഒരാണുങ്ങളും ഒരു പുരുഷനും ഒരു സ്ത്രീയോടും ഇനി ഇങ്ങനെ മോശം പറയാൻ പാടില്ല. അങ്ങനെയുള്ള തക്കതായ ഒരു ശിക്ഷ കൊടുക്കുക, അത് മറ്റുള്ളവർക്കൊരു പാഠമാകും. അതുപോലെ ഈ വാട്സപ്പ് മെസ്സേജ് എല്ലാം ലീക്കാവും അല്ലേ. എത്ര രഹസ്യമായി പറഞ്ഞു കഴിഞ്ഞാലും അത് പരസ്യമാക്കാനുള്ള ആളുകളും 500 പേരുള്ളത് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ല സ്വഭാവം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ സംഘടന കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെങ്കിലും ഓർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നന്നായി അറിയുന്ന, വ്യക്തമായി മറുപടി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ അൻസിബയോട് കൂടി അല്ലേ, അൻസിബ പുറത്ത് പറഞ്ഞ വിഷയം ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഓരോരോ ആൾക്കാർ അവർക്ക് വരുന്ന ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇനി സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പുറത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ.